ഹായ് മുത്തുമണീസ്. അപ്പോൾ ഇന്ന് രാവിലെ എന്നത്തും പോലെ പതിവ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ അടുക്കളയിൽ നിന്ന്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പൂരിയാണ്. പൂരിയും ബാജിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഉരുളക്കിഴങ്ങൊക്കെ കഴുകിയിട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്കുന്ന സമയത്ത് പൂരിക്ക് ഉമ്മ കുഴച്ച് തന്നതാണ് പൊടിയൊക്കെ. അപ്പോൾ അല്ലേ ആ സമയം കൊണ്ട് ഈ പടക്കത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഐസലും മമ്മതും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയം അതിൽ പരാതി പറയുന്നതാണ് ഈ കണ്ടത്. നിങ്ങളെ വീട്ടിലുണ്ടാവില്ലേ കുട്ടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ 3 കുട്ടികളാണ്. നല്ല പരാതിയൊക്കെ ഉണ്ട്, നല്ല തല്ലുകൂടലുണ്ട്. അതേപോലെ അവർ നല്ലോണം സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. അത് ചില സമയം നമുക്ക് ദേഷ്യമൊക്കെ വരും ഈ കളി കണ്ടാൽ. പിന്നെ അവർ അടുത്ത സെക്കൻഡുള്ള കളി കാണുമ്പോൾ നമുക്ക് ചിരിയും സന്തോഷവും ഒക്കെ വരും. അങ്ങനെ നമ്മൾ പൂരിയൊക്കെ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പൂരി ചുട്ട് എന്താ ചൂടല്ലേ, ഭയങ്കര ചൂട് ഗായ്സ്. ഞാനിപ്പോൾ അല്ലേ അടുക്കളയിൽ നിന്ന് എങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാന്നുള്ള ഒരു മട്ടിലാണ്. അത്രക്കും ചൂടാണ് അല്ലേ. അങ്ങനെ ഞാൻ എന്താ ചെയ്ത് പൂരി ബാജിക്കറി റെഡി, അതിനുള്ള ഉള്ളി തക്കാളി ഒക്കെ വാട്ടി. അപ്പോൾ പൂരി റെഡിയാക്കൊണ്ട് ഈ ഇടയായിട്ടില്ല ഈ തേങ്ങ ഒക്കെ ചിരണ്ട ഭയങ്കര മടിയാണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഈ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ ചിരണ്ടി ഇങ്ങനെ എടുക്കും. അപ്പോൾ നമ്മൾ ബാജിക്കറിയൊക്കെ കഴിഞ്ഞു, നമ്മൾ റെഡിയായിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ മാഹിയിലേക്കാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ഷൂ ഇടാത്തതിനും പിന്നെ വേറെന്തോ ഒരു കാരണം പറഞ്ഞിട്ടാണ് കരച്ചിൽ. അപ്പോൾ ഭയങ്കര കരച്ചിലാണ്. എന്നിട്ടാണെങ്കിലോ ഓട്ടോ കയറുന്നെങ്കിൽ ഫസ്റ്റ് ഓൻ കയറിയിരിക്കണം. ഇപ്പം ഇമ്രാൻ്റെ ഡാൻസൊക്കെ ഉണ്ട്, ഭയങ്കര ഡാൻസ് കളിക്കുവേ. പക്ഷേ ഈ ക്യാമറയുടെ മുമ്പിൽ കുറച്ച് നാണമൊക്കെ ഉണ്ട്. അങ്ങനെ ഐസലിനെ എപ്പോൾ ഓട്ടോ വന്നാൽ ആ സൈഡ് തന്നെ ഇരിക്കണം. നമ്മളെ വീട്ടിലത്തെ താരം ഇപ്പം ഐസലാണ്. ആ മോൻ പറയുന്നതിൻ്റെ അപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആണ് നമ്മൾ നേരെ പോയത് സെഞ്ചറില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ ആ കുട്ടി ഗിഫ്റ്റ് ചെയ്യണു. നമ്മളെ മോളാണ്. അപ്പോൾ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ സെഞ്ചറി പോയി ഡ്രസ്സൊക്കെ എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഫോൺ ഐസലിൻ്റെ കയ്യിലാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ മനോഹരമായി എന്ത് വെയിലായാലും ഈ പച്ചപ്പ് കാണുന്നത് നല്ലൊരു സന്തോഷ ഫീലൊക്കെ കിട്ടുന്നില്ലേ. അങ്ങനെ നമ്മൾ നേരെ പോയത് മാഹിയിലേക്കാണ്. ഇവിടുത്തെ പാർക്കിൽ അതൊക്കെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് നമ്മളിവിടെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊരു ഫുഡ് ഇതായിട്ടാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ മാഹി പാലെത്താനായി. അങ്ങനെ നമ്മൾ എന്തിനാണ് പോകുന്നത് വെച്ചാൽ ഏജ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്താ വെച്ചാൽ ഇവരൊരു റിലേറ്റീവ് എന്ന് വെച്ചാൽ അടുത്ത ബന്ധുവായിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് മാഹി പാലത്തിലുള്ള പെട്രോൾ പമ്പ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മ്യൂസിക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോ കാണുമ്പോഴൊക്കെ ഒന്ന് മാറിക്കളയുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാഹി പള്ളി ഉണ്ടല്ലോ, പള്ളിയിലേക്ക് അത് കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് വീട്. ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫുഡൊക്കെ എടുക്കാൻ പറ്റില്ല. പോയ സമയത്ത് നമുക്ക് പായസം ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പായസം കുടിച്ചു. അപ്പോൾ ഇത് കുട്ടിക്ക് വേണ്ടിയുള്ള കേക്കാണ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു, കുട്ടി പട്ടാളൊക്കെ ഉണ്ട്. അത് കട്ട് ചെയ്ത് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്കാണ്. അപ്പം ഞാൻ വരുന്നേരം ബസ്സിലാണ് വന്നത്. കുറേ ദിവസമൊക്കെ ആയില്ലേ ഈ ബസ് കയറിയിട്ട്. അതുകൊണ്ട് അങ്ങനെ ബസ്സിലിരിക്കുന്ന സമയത്ത് ഛർദ്ദിക്കാൻ വന്നിട്ട് വയ്യ എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്. കുറച്ച് എൻ്റെ മുഖം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ ഒന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അവിടെ നിന്ന് തലശ്ശേരി പഴയ സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങി നേരെ ഓട്ടോയും പിടിച്ചാൽ വീട്ടിലേക്ക്. ഇനി കുറച്ചും കൂടി ഓട്ടോയിലിരുന്നാലേ ബസ്സിലിരുന്നാലേ പറ്റൂല. അപ്പം നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പാർക്ക് നിങ്ങൾ ആരെങ്കിലും അറിയോ? തലശ്ശേരി കോടതിൻ്റെ നേരെ മുമ്പിലുള്ള ആദ്യമേ ഉള്ളതാണ്. അപ്പോൾ പൂട്ടിക്കിടന്നിട്ട് അതിപ്പം പുനർനിർമ്മാണിച്ചിട്ട് കുറേ ആക്ടിവിറ്റീസ് എല്ലാം ഒക്കെ വന്നിട്ട് ഉദ്ഘാടനം 2 ദിവസം 24-നൊക്കെ ആയിട്ട് കഴിഞ്ഞത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അത് വിസിറ്റ് ചെയ്ത് നോക്കാം. നല്ല കടൽ സൈഡായതുകൊണ്ട് പാർക്ക് എന്ന് വെച്ചാൽ നല്ലൊരു വൈബൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഈ ആഴ്ചൻ്റെ ഉള്ളിൽ പോയി ഭയങ്കര തിരക്കാണ്. ഈ പുറത്ത് നിങ്ങൾ കാണുന്നതൊക്കെ ടിക്കറ്റിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നത് തന്നെ. 50 റുപ്യാന്ന് തോന്നുന്നു ടിക്കറ്റ്. ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര. അടുത്ത വീഡിയോ കാണാം. ബൈ.